എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുതിരപ്പുഴുക്കും കഞ്ഞിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് കഞ്ഞി നാളികേരം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുതിരപ്പുഴുക്ക് വയ്ക്കാനായി മുതിര എടുത്തിട്ടുണ്ട്. പിന്നെ കൂർക്ക, ചേമ്പിൻ്റെ വിത്ത്, അതായത് ഇവിടുത്തെ വീട്ടിലെ പറിച്ചുള്ള ചേമ്പ് തന്നെയാണ് കേട്ടോ. കൂർക്ക നന്നാക്കി അതിൽ ചേമ്പും നന്നാക്കി കഴുകിയതിന് ശേഷം മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അത് ഇടണം കേട്ടോ. മുതിര പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് ഇടണം. നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം കേട്ടോ. ഇതിലിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കായ, മത്തങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ചേർക്കണില്ല. ഈ 2 ഐറ്റംസ് തന്നെ ഞാൻ ചേർക്കണുള്ളൂ. അപ്പോൾ പുഴുക്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാൻ പറ്റും, അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ. എന്നിട്ട് അതിൽ ഒന്ന് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നാളികേരം ചിരകാം. കുറച്ച് കഞ്ഞിയിലിടാനായിട്ടും പുഴുക്കിലിടാനായിട്ടും ചിരകണം കേട്ടോ. അപ്പോൾ കഞ്ഞിയിൽ കുറച്ച് ഇടാം നമുക്ക്. പുഴുക്കിലേക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വെന്തതിന് ശേഷം കുക്കർ തുറന്നിട്ട് നമുക്ക് അതതിൽ ചേർക്കാം. അപ്പോൾ അതിൻ്റെ വിസിൽ കളഞ്ഞ് അത് തുറന്ന് നോക്കി വെന്തുണ്ടോ നോക്കിയിട്ട് അതിലേക്കിടാം കേട്ടോ. നന്നായി വെന്തുണ്ട് കേട്ടോ. മുതിരയും എല്ലാം വെന്ത് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്കിടാം. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിക്കാൻ പോവാണ്. ഇഷ്ടം പോലെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി നമുക്ക് അതിലേക്കിടാം കേട്ടോ. അതിലേക്കിട്ട് പിന്നെ നാളികേരം കൂടി ചേർത്ത് നമ്മുടെ പുഴുക്ക് നന്നായി ഒന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ പുഴുക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മുടെ പുഴുക്ക് റെഡിയായി ഒരു ബൗളിലാക്കി കേട്ടോ. ഒരു പാളയുടെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. പാള കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പ്ലേറ്റ്. ഇന്ന് ഞാൻ അമ്പല സ്റ്റൈലിലാണ് കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. ഇന്ന് ഏകാശിയല്ലേ, തൃപ്രയാർ ഏകാശിയാണല്ലോ. അപ്പോൾ ഇതാ ഒരു പ്ലാവല ഞാൻ എടുത്ത് കിടന്ന് അന്ന് കുത്തി, പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ പ്ലാവല കുത്തി കഞ്ഞി കുടിച്ചുള്ളതാണ്. അപ്പോൾ ഇതാ അപ്പം ഞാൻ കഞ്ഞി വിളമ്പിട്ട് കേട്ടോ. ഗോതമ്പ് കഞ്ഞിയാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് വിളമ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ അമ്പല സ്റ്റൈലിലാണ് കേട്ടോ. അമ്പലത്തിൽ ഇങ്ങനെ കഞ്ഞി വിളമ്പും. അമ്പലത്തിൽ കഞ്ഞി വിളമ്പിയിട്ട് കൂട്ടാൻ തന്നെ ഇതിലേക്ക് വിളമ്പും. കുറച്ച് പുഴുക്കാണ് കേട്ടോ. കുറച്ച് അച്ചാർ വിളമ്പും. ഉണ്ടല്ലോ, നല്ല മാങ്ങ അച്ചാറാട്ടോ അത്, ചിത്ത് മാങ്ങക്കറി. നമുക്ക് കുറച്ച് അച്ചാറൂടെ വിളമ്പി പിന്നെ കഞ്ഞി കുടിക്കാൻ പോട്ടെ. അതിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കഞ്ഞിയിൽ. അപ്പോൾ അമ്പലത്തിലെ നമ്മൾക്ക് പ്രസാദം ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കില്ലേ, അതുപോലെ കഴിക്കാനായിട്ട് നോക്കിങ്ങനെ. നമ്മുടെ പുഴുക്ക് കൂട്ടിയിട്ട് കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ കഴിക്കണം മാതിരി ഇപ്പോൾ വീട്ടിലിരുന്ന് കഴിക്കായാലും അമ്പലത്തിൽ കഴിക്കണം മാതിരി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. ഇനി കുറച്ച് അച്ചാർ കൂടിയിട്ട് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് അച്ചാർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ തൃപ്രയാർ ആകാശി ഇങ്ങനെയൊക്കെയാണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കേ, താങ്ക് യു.